എല്ലാവർക്കും കുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാപ്പച്ചിനോ കോഫി ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിൽ പലരും ഇതേപോലെ ക്യാപ്പച്ചിനോ കോഫി കുടിക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഞാനുണ്ടോ, ഞാൻ ഈ അടുത്താണ് പോയി കുടിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ ക്യാപ്പച്ചിനോ കോഫി ഉണ്ടാക്കാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പുതിയൊരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വാ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ക്യാപ്പച്ചീനോ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് എന്ന് പറയുന്നത് ഒരു 2 രൂപയുടെ ബ്രൂവിൻ്റെ പാക്കറ്റ് ആട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ ബ്രൂവിൻ്റെ തന്നെ വേണമെന്നില്ല, ഏതൊരു കാപ്പിപ്പൊടി ആണെച്ചാലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഇതിനെ മൊത്തമായിട്ട് പൊട്ടിച്ചിട്ട് ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തമായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഏകദേശം ഒരു 2 സ്പൂണിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സ്പൂണ് മൊത്തമായിട്ട് ഇതിനുള്ളിലോട്ട് ഇതുപോലെ കൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം ഇത്രയുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പഞ്ചസാര എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര നമുക്ക് ഇപ്പോൾ നമ്മൾ ഇത് 2 സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഒരു 3 സ്പൂണ് നമുക്ക് ഇടണം. അപ്പോൾ നമ്മളൊരു 3 സ്പൂണ് പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. 3 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ്. അത് നമുക്ക് ഏകദേശം ഈ സ്പൂണിൽ ഒരു 1/2 സ്പൂണ് വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഏകദേശം 1/2 സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങളത് ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് മാത്രമാണ് ഫസ്റ്റ് വെള്ളം ഒഴിക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ അടുപ്പിച്ച് നിറയെ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര സോഫ്റ്റായി പോകും. അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഒരു 1/2 സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ഏകദേശം കുറച്ചിങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. പക്ഷേ കാര്യമൊക്കെ ഉണ്ടാകും, നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ചേരം ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. ചൂടുവെള്ളം തന്നെ നമ്മൾ കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പോകും കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ ബ്ലെൻഡറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വല്ല മിക്സറോ ബീറ്ററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കളർ ചെറുതായി മാറും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് കളറാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര കൂടെ അലിഞ്ഞിട്ട് അതിലോട്ട് ചേരുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് കളർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്കിതുപോലെ നന്നായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. ഏകദേശം എങ്ങനെ നിങ്ങളൊരു 10 മിനിറ്റെങ്കിലും ഇത് ചെയ്യേണ്ടി വരും. ബീറ്ററൊന്നും ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അത് കുറച്ചിങ്ങനെ ഇതായിട്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കളർ കണ്ടോ മാറുന്നത്, ഭയങ്കര ലൈറ്റ് കളറായിട്ടുണ്ട്. നമ്മൾ സാധാരണ കടയിലൊക്കെ പോയിട്ട് ക്യാപ്പച്ചിനോ കുടിക്കുമ്പോഴുള്ളൊരു കളർ ഉണ്ടല്ലോ, ക്യാപ്പച്ചിനോടെ ഒരു കളർ, ഒരു ലൈറ്റ് കളറായിരിക്കും അത്. ഏകദേശം ആ ഒരു കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിർത്താൻ പാടില്ല, നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കാരണം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിലോട്ട് അലിയാണ്ട് കുറച്ചുകൂടെ നമുക്കിതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ 3ാമത്തെ പ്രാവശ്യമാണ് എടുക്കാൻ പോണത് വെള്ളം. അതും ഇതുപോലെ കുറച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി തന്നെ മാറുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. മുമ്പ് എത്ര കട്ടിയായിരുന്നു, അതേപോലെ കളറും ഒക്കെ മാറുന്നത് നിങ്ങൾ കാണാം. കുറച്ചും കൂടി ഇത് എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഭയങ്കര പഫി ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല പതയോടുകൂടി വരണ പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, നമ്മൾ നിർത്താതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എത്രയാണോ ഉണ്ടാക്കാൻ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് 2 സ്പൂണ് കോഫി ഇട്ടു. കോഫി പൗഡർ 2 സ്പൂൺ ഇടുകയാണെങ്കിൽ നിങ്ങൾ 3 സ്പൂണ് പഞ്ചസാര ഇടുക. അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഫസ്റ്റ് ഒഴിച്ചത് ഒരു 1/2 സ്പൂണ് വെള്ളമാണ്. അതിന് ശേഷം കുറച്ച് ഇതുപോലെ കൂട്ടി എടുത്തു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാപ്പച്ചിനോ മിക്സ്ചർ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണ്ടാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. പിന്നെ ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അധികം ഇതിൽ കളിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി എങ്ങനെയാണ് ക്യാപ്പച്ചിനോ മിക്സ്ചർ വെച്ചിട്ട് നമ്മുടെ ക്യാപ്പച്ചിനോ കോഫി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമുക്കിനി എന്തായാലും കാപ്പി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മുടെ കപ്പ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഇതിൽ കുറച്ച് പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല തിളപ്പിച്ച പാലാട്ടോ, നല്ല ചൂടുണ്ട്. ഈ പാല് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് പാല് ഇതിലോട്ട് മെല്ലെ ഒഴിച്ചു കൊടുക്കുക. കണ്ടല്ലോ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ.
നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര കൂടെ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഇതാണ് നമ്മുടെ മിക്സ്ചർ. നമ്മൾ ക്യാപ്പച്ചിനോ മിക്സ്ചർ റെഡിയാക്കി വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു വലിയ സ്പൂണാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാൻ പോണത്. നമ്മൾ ഏകദേശം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ലേശം കൂടെ ഒരു ചെറിയ സ്പൂൺ കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിഡിലൻ ക്യാപ്പച്ചിനോ കോഫി റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഇത് എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോണത് ഞാനല്ല, എൻ്റെ 2 അനിയന്മാരാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ വിളിക്കാം. രണ്ടുപേര് കുടിച്ചിട്ട് ശരിക്കുള്ള അഭിപ്രായം പറയാം കേട്ടോ. നന്നായിട്ടോ ഗൈസ്? അപ്പോൾ നന്നായിട്ടിരുന്ന അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ, ഉറപ്പാണ്. അപ്പോൾ ഞാനും കുടിച്ച് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വല്ല കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമ്മളെ വേഗം ഒന്ന് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചേഴ്സും കിട്ടും ഒന്ന് സഹായിക്കുക കേട്ടോ. എല്ലാവരും മാക്സിമം കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കിട്ടാത്ത വീഡിയോസ് ആയിരിക്കും കേട്ടോ. അത്ര കിട്ടിലും വീഡിയോസാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരായിരിക്കും. ടാറ്റാ.